ഇപ്പൊ തന്നെ മലയുടെ മുകളിൽ നിന്നും വെള്ളം ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 3 മണിയോട് അടുത്തായി. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സച്ചു വിപി. കൽപ്പനും കാന്താരിയിലേക്കും എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ നമ്മുടെ യാത്ര ആ കാണുന്ന മലമുകളിലേക്കാണ് ഗൈസ്. അങ്ങനെ ഒരു ഒട്ടകക്കുട്ടനെയും കാണാൻ പറ്റി. കുറെ ദൂരത്തോളം ചെറിയ ഇടവഴികളിലൂടെയാണ് യാത്ര. ചെറിയ ഇടവഴികളിലൂടെയുള്ള യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ കാട്ടുപാതയിൽ എത്തിക്കഴിഞ്ഞു. ഇനി കാട്ടുപാതയിലൂടെയുള്ള യാത്രയാണ്. ഒരു മനുഷ്യവാസം പോലും ഉണ്ടാകില്ല ഈ ഭാഗത്തൊന്നും. ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ മുന്നിലായി അനിൽ ബ്രോ പോകുന്നുണ്ട്. ആദ്യമായാണ് ഈ വഴി വരുന്നതെങ്കിൽ ഈ ലൊക്കേഷനെ കുറിച്ച് അറിയാനുള്ള ഒരാളോടൊപ്പം മാത്രമേ വരാവൂ, അല്ലെങ്കിൽ നന്നായിട്ട് പേടിക്കൂട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടന്നാണ് നമ്മൾ മലമുകളിലേക്ക് കയറുന്നത്. കുറച്ചു മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ 2 വഴികളായിട്ട് ഡിവൈഡ് ആകുന്നുണ്ട്. ഒന്ന് എൻട്രൻസും ഒന്ന് എക്സിറ്റുമാണ്. നദിയിലൂടെയും നദിക്ക് കുറുകെയുമായിട്ടുള്ള യാത്രയാണ് ഇന്ന്. ഈ പാറക്കെട്ടുകൾ അടുക്കിയതുപോലെ കാണപ്പെടുന്ന പ്രദേശം മലവെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. നദിയിൽ വെള്ളമില്ലാതിരിക്കുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ അമ്പലം ദർശിക്കാൻ സാധിക്കുക. ഞങ്ങളിവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് കുറേ നേരം ചെലവഴിച്ചു. മഞ്ഞു കാലാവസ്ഥയാണെങ്കിലും വെയിലിന് നല്ല ചൂടുണ്ട്. ആ കാണുന്ന മലമുകളാണ് നമ്മുടെ എൻഡിങ് പോയിന്റ്. ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഈ മരങ്ങളും വെള്ളം ഒഴുകി വരുന്നതും ഒക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാവൂ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് എല്ലാവരും റെസ്റ്റ് എടുക്കുന്നത്. ഞങ്ങളും ഇവിടെയാണ് റെസ്റ്റ് എടുത്തത്. ഏകദേശം 10 മിനിറ്റോളം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഒന്നുകിൽ കാൽ വഴുതി പാറയിൽ തലയിടിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ടൈമിൽ മലവെള്ളം വരികയാണെങ്കിൽ മരണം സുനിശ്ചിതം. അല്ലാതെ ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഇവിടെ കൂടി നടക്കുമ്പോൾ നല്ലതുപോലെ നിലത്ത് നോക്കി ശ്രദ്ധിച്ചു വേണം നടക്കാൻ. പായലുണ്ട്, അതുപോലെ തന്നെ മലവെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. ഇപ്പൊ തന്നെ അനിൽ ബ്രോ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള യാത്ര റിസ്കിയാണ്. കയറൽ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റൂ. ആദ്യമായിട്ട് വരുന്ന എല്ലാവർക്കും ഇതൊരു അഡ്വഞ്ചർ ആയിരിക്കും. ജസ്റ്റ് ഒരു കല്ലിളകുകയോ കാലൊന്ന് തിന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ നേരെ താഴേക്കായിരിക്കും വരുന്നത്. ഞാൻ ആദ്യം ഓടിക്കയറിയെങ്കിലും കുറെ ദൂരം കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നേ പേടി തോന്നി. എന്നാലും അത് പുറത്ത് കാണിക്കാണ്ട് ഞാൻ എങ്ങനെയോ അതിന് മുകളിൽ എത്തിപ്പെട്ടു.
ഞാൻ മുകളിൽ കയറി എത്തിയപ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അത്ര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കോടിയാർ മാ ടെമ്പിളിൽ എത്തിക്കഴിഞ്ഞു. ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല. മുകളിലെത്തിയിട്ട് താഴേക്ക് നോക്കരുത്. ഇപ്പോൾ തന്നെ മലമുകളിൽ നിന്നും വെള്ളം ഒഴുകി തുടങ്ങി. ഏകദേശം 3 മണിയോടടുത്തായി. കോടിയാർമാ ടെമ്പിളിനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് വിശദീകരിക്കാത്തത്. 7 അമ്മമാരിൽ ഒരാളാണെന്ന് മാത്രം അറിയാം. കുറച്ചു നേരം കൂടി ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചത്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതിലേക്കായാണ് കുറച്ചു നേരം ഇവിടെ ചെലവഴിച്ചത്. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഓൾ. ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ബൈ ഓൾ.